എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഡബ്ലിൻ ബലു വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി വേണം. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അതെല്ലാം എല്ലാ യൂട്യൂബ് ചാനൽസ് ആളുകൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞേക്കാണ് കേട്ടോ. നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. ഇന്നൊരു എന്താ പറയുക, ഒരു ഹാപ്പി ഡേ ആണ് ആക്ച്വലി. സോ വെതർ അത്ര വലിയ കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് വർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ ആരുമില്ല. ഇവിടെ 7 ദിവസത്തേക്ക് അവരുടെ വെക്കേഷൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വൈകുവാണ്. ഡോഗ്, നമ്മുടെ ജോർജ്, എല്ലാവരും ഇവിടെ മാറിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി 7 ദിവസം നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഉള്ള ദിവസമാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ഈസി ആയിട്ട് കുക്ക് ചെയ്ത് ആസ്വദിച്ച് 7 ദിവസം കഴിയാം. അതിൻ്റെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് റിയലി. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ നമ്മുടെ ചാനലൊക്കെ കയറി നോക്കുക, വീഡിയോസ് കാണുക, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. എല്ലാവർക്കും വലിയൊരു ഹായ് പറയുകയാണ്. ഇവിടെ ഇപ്പം കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. അടുത്ത ആഴ്ചയിലൊക്കെ സ്നോ എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക, വെയിറ്റിങ്ങിലാണ്. എക്സൈറ്റഡ് ആണ് ആക്ച്വലി സ്നോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റിംഗ് ആണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ ചെയ്യാൻ പോകണം. ഇന്നത്തെ കുക്കിങ്ങുണ്ട്. കുറേ ദിവസമായി കുറച്ച് മുറുകനി ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാനിന്ന് പോയിട്ട് എനിക്ക് വാഴയ്ക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ വാഴയ്ക്ക ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, കുറച്ച് ചെറിയ ടൊമാറ്റോസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. കറികളുണ്ടാക്കി കുറച്ച് റൈസൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത്യാവശ്യം കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. സോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓൺ ദ വേയിലെല്ലാം കാണിക്കാം. സോ കുക്കിങ്ങിൻ്റെ ഒരു ഡേ ആണ്. ഇത് വളരെ നല്ലൊരു ഡേ ആണ്. എനിക്ക് ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നത്തേക്കും വേർത്ത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുണ്ടെന്ന്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് സ്നോ ആണെന്നാണ് പറഞ്ഞത്. സോ കുറേ നല്ല വെതർ കണ്ടീഷൻസ് ഓൺ ദ വെയിലുണ്ട്. സ്നോ എന്ന് പറയുമ്പോൾ നല്ലതെന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. കാണാതെ കാണുമ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് തണുപ്പായിരിക്കും ഓഫ് കോഴ്സ്.
പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സിലൊരു വ്ളോഗ് മേക്കിംഗ് ആയിരിക്കും. സോ ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കയറാം കേട്ടോ. സവോള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ 2.5 ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര കണ്ടത് നീറ്റിലാണ്. അപ്പം ഞാൻ ചോറ് അടുപ്പത്തിട്ടു. അതുപോലെ തന്നെ എന്താ പറയുക ഓരോരുക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ കണ്ടു. അതുപോലെ സവോള ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കറിയാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും അതുപോലെ തന്നെ കോഴി കറികളും ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ കറിവേപ്പിലില്ല തീർന്നു. സോ അതും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ആക്കിയിട്ട് വേണം ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എന്തൊരു കേരള സ്റ്റൈലിലുള്ള ഫുഡ് മേക്കിംഗ് ആണെന്ന് തോന്നുന്നു പുറത്തിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി കറികളൊക്കെ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലുണ്ടാക്കും പോലെ തന്നെയുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇഞ്ചി കുരുമുളക് എല്ലാം അതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് വളർന്ന് വരയ്ക്കും. നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇച്ചിരി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത്. കാരണം പെട്ടെന്ന് റെഡിയായി വരാൻ പറ്റില്ല. ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില സാധാരണ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ത്യൻ കടയിൽ പോയില്ല. അപ്പോൾ കറിവേപ്പില നമുക്കില്ല. ഇതൊക്കെ കണ്ടിട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എല്ലാ ദിവസവും എല്ലാം കാണുന്നില്ല. കറിവേപ്പിലുള്ള സമയത്ത് അല്ലെങ്കിൽ വെളുത്തുള്ളി കാണുന്നില്ല. വെളുത്തുള്ളി സമയത്തേക്ക് കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാത്ത സമയങ്ങളാണ് കൂടുതലുണ്ടാവാറ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചോറോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. വളരെ വേഗമാകുമ്പോൾ